ഹായ് ഹലോ. ഇപ്പോൾ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തം വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണോ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഗാഥയുടെ ജന്മരഹസ്യം ആ ഒരു ഇന്ദിവരം തറവാട്ടിലോ മറ്റുള്ളവരാരുമോ അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മഹേശ്വരന്റെ കുടുംബം തന്നെ തകർന്നു പോകും. ആ ഇന്ദിവരം തറവാടിന്റെ അസ്ഥിത്തറ തന്നെ തകർന്നു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്ദ നടക്കുന്നുണ്ടെങ്കിൽ പോലും ചില പിങ്കിയുടെയും മോഹിനിയുടെയും ചിലരുടെയൊക്കെ ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ അവരായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവസാനം നന്ദയ്ക്ക് ആ രഹസ്യങ്ങൾ പറയാതിരിക്കാനും പറ്റത്തില്ല. എന്നാൽ ഇതിന് ഒരു അന്ത്യം കണ്ടുപിടിക്കണം, അല്ലെ ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അന്ത്യം കണ്ടുപിടിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിങ്കി മഹേശ്വരും കൂടി വലിയൊരു തന്ത്രം മെനയാൻ പോവുകയാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിലെ നമ്മുടെ ഇന്ദിവരത്തിൽ വലിയൊരു പൊട്ടിത്തെറി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാഥെ ആ ഒരു തന്റെ അച്ഛനെ പറ്റി പറഞ്ഞ് പിങ്കിയും ഒരുപാട് എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് നോവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹേശ്വരൻ ആ സമയത്താണ് നന്ദയുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത്. ഗാഥയ്ക്കും അവരുടെ ആ ഒരു കുടുംബത്തിനും പഠിത്തത്തിനും വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എസ്റ്റേറ്റിലേക്ക് ആ ഒരു കണക്കും കാര്യത്തിൽ നിന്നാണ് പൈസ എടുത്തത് എന്നുള്ളൊരു സത്യം മഹേശ്വരൻ തുറന്നു പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും നന്ദയ്ക്ക് ആ ഒരു ഇനി എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. ഇനി പിങ്കിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പിങ്കി ആ ഒരു ഓഡിറ്ററിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു കണക്കും കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും മുന്നിൽ നിരത്തും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നന്ദ ഒരു കാര്യം മഹേശ്വരനോട് പറഞ്ഞു, ഇതിലിപ്പം ഞാനായിട്ട് എന്റെ വായിൽ നിന്നും ഒരാളും സത്യം അറിയത്തില്ല, പക്ഷേ അച്ഛനായിട്ട് ഇതിന് ഒരു ഇട ഉണ്ടാക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഗാഥ ഇവിടെ നിന്ന് തന്നെ പഠിപ്പിച്ച് വലിയൊരാളാക്കി കല്യാണം കഴിപ്പിച്ച് വിടുക. അച്ഛൻ്റെ ആ ഒരു ഉത്തരവാദിത്തം അച്ഛൻ ചെയ്യണം. പക്ഷെ മഹേശ്വരൻ വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് അതിന് ആഗ്രഹമുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു ആഗ്രഹമാണ് നന്ദ പറഞ്ഞത്. പക്ഷേ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇപ്പോൾ ഈ ഗാഥയുടെ പേരിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാവരുടെയും മുന്നിൽ ചോദ്യം വരും. എന്തുകൊണ്ട് ഗാഥയുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ഇടപെടുന്നു, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യം വരും. അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ചു മഹേശ്വരൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് നന്ദ പറയുന്നത്, ഇതുവരെയും ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് എനിക്ക് കള്ളം പറയേണ്ട അവസ്ഥ വരുവാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് നമുക്കൊരു തന്ത്രമിടാം. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കള്ളം പറയണം. ആ കള്ളം എല്ലാവരും മനസ്സിലാക്കണം. ആ കള്ളം വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗാഥ ഇവിടെ നിർത്തി തന്നെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും എന്ന് നന്ദ മഹേശ്വരനോട് പറയുവാണ്. എന്നിട്ട് ആ ഒരു പ്ലാനൊക്കെ മഹേശ്വരനോട് പറയുന്നുണ്ട്. എന്നാൽ മഹേശ്വരൻ എല്ലാം ഉറപ്പിച്ചു, ഇത് സെറ്റാണ്, ഇത് ഓക്കെ ആണ്, ഇതിൽ എന്തായാലും മറ്റുള്ളവർക്ക് സംശയം തോന്നത്തില്ല. പക്ഷെ നന്ദ മറ്റൊരു കാര്യം പറഞ്ഞു, പിങ്കിയും മോഹിനിയും എല്ലാവരും ഗാഥയ്ക്കെതിരെ തിരിയുകയും ഗാഥയെ തകർക്കാൻ വേണ്ടി നോക്കുന്നവരുമാണ്. അത് മാത്രമല്ല ഈ വീട്ടിൽ ഒരു ACPയും കൂടെ ഉണ്ട്. അപ്പൊ അവരുടെ മുന്നിൽ വെച്ച് ഈ ഒരു കള്ളങ്ങൾ നമ്മൾ മെനയുക അല്ലെങ്കിൽ ഈ ഒരു കള്ളം സത്യമാക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പാടുപെട്ടേ പറ്റത്തുള്ളൂ. എന്തായാലും ഗാഥയെ കൂടി ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എന്ന് മഹേശ്വരൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ രാവിലെ പിങ്കിയും മോഹിനിയും പവിത്രയും കൂടി ചേർന്നിട്ട് ഗാഥയെ തകർക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ പ്ലാനുകളൊക്കെ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഗാഥയെ ഇന്നലെ ആ ഒരു സ്വർണം കൊടുക്കാൻ പോയ നിമിഷത്തിൽ ഗാഥയെ കളിയാക്കിയതിനും ആ ഒരു സ്വർണം കൊടുക്കാതിരിക്കാൻ പറ്റിയ ആ ഒരു സന്തോഷം അവരങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്ന സമയത്താണ് ഗാഥ അന്വേഷിച്ച് ഒരാൾ ഇങ്ങനെ മുറ്റത്തോട്ട് വരുന്നത്. എന്നിട്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെമ്പമേട്ടിലുള്ളതാണെന്നും ഗാഥ ഇവിടെ മുറ്റം തൂത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടു, അങ്ങനെ ഞാൻ ഇറങ്ങി വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഗാഥ ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അയാളെ വിളിച്ചുകൊണ്ട് പിങ്കി മോഹിനിയൊക്കെ അകത്തോട്ട് പോയിട്ട് ഗാഥയെ കളിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് മഹേശ്വരൻ അവിടെ നോക്കുന്നത്. അപ്പോൾ മഹേശ്വരനോട് മോഹിനി പറയുന്നുണ്ട് ചെമ്പമ്മേട്ടിൽ നിന്നും വന്ന ആളാണെന്ന്. അപ്പോൾ അയാളെ കണ്ടപാടെ മഹേശ്വരൻ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും അവരുടെ സ്നേഹ പ്രകടനങ്ങൾ നടത്തുകയും അങ്ങനെ ലക്ഷ്മിയൊക്കെ വരുമ്പോൾ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഞാൻ ചെമ്പമ്മേട്ടില് വില്ലേജ് ഓഫീസറായിട്ട് ഇരുന്ന സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, എൻ്റെ ആ ഒരു ഓഫീസിൽ എൻ്റെ പ്യൂണായിരുന്നു. അങ്ങനെ ആ ഒരു വിശേഷവും കാര്യങ്ങളും അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ
എല്ലാവരോടും മുന്നിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു വെള്ളവും ചായയൊക്കെ കുടിച്ച് ഇരിക്കുന്ന സമയത്ത് മഹേശ്വരൻ അന്നത്തെ ആ ഒരു സംഭവത്തെ പറ്റി ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് മഹേശ്വരൻ പറയുന്നത്, ഞാൻ അന്ന് വില്ലേജ് ഓഫീസറായിട്ട് ഇരുന്ന സമയത്ത് എൻ്റെ ഗുമസ്തരായിരുന്നു, എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു, ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. അന്ന് മഴയുള്ള സമയത്ത് ഞാൻ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ചെറുതായിട്ട് വന്ന് തെന്നുകയും ഞാൻ കൊക്കയിലോട്ട് വീഴുവാണ്. അപ്പൊ എല്ലാവരും ഓടിക്കൂടി എല്ലാവരും പറഞ്ഞു അയാളെ ഇനി രക്ഷിക്കാൻ പറ്റത്തില്ല, കാരണം അത്രത്തോളം താഴത്തിലോട്ടാണ് പോയിരിക്കുന്നത്, ഒരിക്കലും രക്ഷിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവരാരും ആ ഒരു ആഴത്തിലോട്ട് ഇറങ്ങാനും തയ്യാറായില്ല. പക്ഷേ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാള് ലോറി ഓടിച്ചുകൊണ്ട് വരുമായിരുന്നു. അയാൾ ആ ലോറി നിർത്തിയതിന് ശേഷം ആ കൊക്കയിലോട്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പതുക്കെ എല്ലാവരും മടിച്ചു നിന്ന സമയത്ത് പോലും എന്നെ രക്ഷിക്കാൻ വേണ്ടി അകത്തോട്ട് ഇറങ്ങി എന്നെ രക്ഷിച്ച് ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അന്ന് രാജേന്ദ്രൻ കാണിച്ച ആ ഒരു കനിവാണ്. അന്ന് മറ്റുള്ളവരെല്ലാവരും തഴഞ്ഞു നിന്നപ്പോൾ എന്നെ രക്ഷിക്കാൻ അയാൾ തയ്യാറായില്ലായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പടമായിട്ടിരുന്നേനെ എന്ന് മഹേശ്വരൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഒരുപാട് എല്ലാവരും ഭയങ്കര സങ്കടത്തോടെ, ലക്ഷ്മിയൊക്കെ ആണെങ്കിൽ നല്ല സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജേന്ദ്രൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല. എന്നാൽ ആ സമയത്താണ് ചെമ്പമേട്ടിൽ നിന്ന് വന്ന അയാൾ പറയുന്നത് രാജേന്ദ്രൻ വേറെ ആരുമല്ല നമ്മുടെ ഗാഥയുടെ അച്ഛനാണെന്നുള്ള സത്യം. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര ഷോക്കായിട്ട് ഗാഥയെ തന്നെ നോക്കുന്നുണ്ട്. ഗാഥയുടെ അച്ഛനാണോ മഹേട്ടനെ രക്ഷിച്ചത് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ നന്ദ പറയുവാണ് രാജേന്ദ്രൻ അയാളാണ് അച്ഛനെ രക്ഷിച്ചതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഗാഥയ്ക്ക് കടമപ്പെട്ടവരാണ്, ഉറപ്പായിട്ടും അയാൾ കാരണമാണ് അച്ഛൻ ജീവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് നന്ദ പറയുന്നുണ്ട്. അവിടെ വെച്ചാണ് കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഗാഥയെ ഈ വീട്ടിൽ നിർത്തി പഠിപ്പിക്കാനും കല്യാണം കഴിപ്പിച്ചു വിടാനും അങ്ങനെ തന്റെ അച്ഛന്റെ എല്ലാ കടമകളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നന്ദയും മഹേശ്വരനും കൂടി ചേർന്ന് ഈ ഒരു കള്ളം എല്ലാവരുടെയും മുന്നിൽ പറയുന്നത്. പക്ഷേ ഈ ഒരു കള്ളം പൊളിയുമോ പൊളിയത്തില്ലേ? ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നന്ദയും ഗാഥയും മഹേശ്വരനൊക്കെ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.